കുവൈറ്റിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി പണം തട്ടിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഏറ്റുമാനൂർ സിഐ സാജു ജോസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നത്. അന്വേഷണം ഓരോ ദിനം പുരോഗമിക്കുമ്പോഴും പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തുന്നതായാണ് അന്വേഷണം നേതൃത്വം നൽകുന്ന ഏറ്റുമാനൂർ സിഐ പറയുന്നത്. നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്തതിന് ഒപ്പം സ്ഥലമിടപാടുകളിലും കൃത്രിമത്വം നടത്തി വൻതുക തട്ടിയതായും ഇതിനകം വ്യക്തമായിട്ടുണ്ട്. കൂത്താടുകുളം ഇടയാർ സ്വദേശി PR രജീഷും കൂത്താടുകുളം സ്വദേശിനി ജിഷ ബേബിയും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരാഴ്ച പിന്നിടുമ്പോൾ കൂടുതൽ പേർ പരാതികളുമായി രംഗത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ജോലി വാഗ്ദാനം ചെയ്തവർക്ക് പണം നേരിൽ നൽകാനില്ലാത്ത സാഹചര്യത്തിൽ ഇവരിൽ ചിലർ സ്ഥലം കരാറെഴുതി രജീഷിന് നൽകിയതായും അന്വേഷണത്തിൽ വ്യക്തമായി പോലീസ് പറയുന്നുണ്ട്. കാളികാവിൽ ഇത്തരത്തിൽ 10 ലക്ഷം രൂപയുടെ സ്ഥലം കൈമാറ്റം ചെയ്തതായും ഇത് രജീഷ് പിന്നീട് 90 ലക്ഷം രൂപയ്ക്ക് മറിച്ചുവിറ്റതായും അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് പറയുന്നുണ്ട്. ഏറ്റുമാനൂർ 101 കവലയിൽ 20 ലക്ഷം രൂപയുടെ കരാർ ഒപ്പിട്ട വസ്തു 40 ലക്ഷം രൂപയ്ക്ക് മറിച്ചുവിറ്റതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കുവൈറ്റിൽ സ്വന്തമായുള്ള ആശുപത്രിയിൽ ജോലി നൽകാമെന്നായിരുന്നു പ്രധാനമായും രജീഷ് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നെന്ന് പറയുന്നു. കുവൈറ്റിലെ സാൽമിയ സിറ്റിയിലുള്ള കൊച്ചിൻ ക്ലിനിക് എന്ന സ്വന്തം സ്ഥാപനത്തിൽ ജോലി നൽകാമെന്നായിരുന്നു പ്രധാന പ്രചാരണം. ഈ സ്ഥാപനത്തിന്റെ 4 ഫ്ലോർ ഇതിനോടകം തന്നെ വിറ്റുകഴിഞ്ഞതായും ബാക്കി നിലകൾ വിൽപ്പനയ്ക്ക് എന്ന ബോർഡ് തൂക്കിയിട്ടുള്ളതായും നാട്ടിലുള്ള തട്ടിപ്പിനിരയായവർ പറയുന്നുണ്ട്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം ശക്തമാകുന്നതിനിടയിൽ പരാതിക്കാരായ ചിലരെ വിളിച്ച് അനുനയിപ്പിക്കുന്നതിന് രജീഷ് ശ്രമങ്ങൾ നടത്തുന്നതായും വ്യക്തമായിട്ടുണ്ട്. പരാതി പിൻവലിക്കണമെന്നും പണം തിരികെ നൽകാമെന്നും ചിലരോട് പറഞ്ഞിട്ടുള്ളതായും അറിയുന്നുണ്ട്. കടപ്പൂർ മേഖലയിലുള്ള 3-4 പേരെ ചേർത്ത് ഇവരുടെ പണം തിരികെ നൽകുന്നതിലേക്ക് അടുത്ത ദിവസം 6ാം തീയതിക്ക് ചെക്ക് നൽകിയതായും പറയുന്നുണ്ട്. കുവൈറ്റിൽ നിന്നാണ് ഇയാൾ ഫോണിൽ ഇവരെ ബന്ധപ്പെടുന്നതെന്നും പറയുന്നുണ്ട്. രജീഷിന്റെ ഭാര്യ സഹോദരൻ ദിലീപ് ആയിരുന്നു കുറവലങ്ങാട്ടെ ഓഫീസിന്റെ ചുമതല വഹിച്ചിരുന്നത്.